ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ യുദ്ധഗതി തന്നെ ആകെ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. ഇസ്രായേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ ഇറാനിൽ റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടാകുന്നു. സംനാൻ നഗരത്തിന് തെക്കു പടിഞ്ഞാറ് 37 കിലോമീറ്റർ അകലെ 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെടുന്നത് എന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. മേഖലയിലെ സംഘർഷം കണക്കിലെടുത്ത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായാണോ ഈ പ്രകമ്പനമെന്ന ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. സംഭവത്തിൽ ആളപായമില്ലെന്നും നേരിയ നാശനഷ്ടങ്ങൾ മാത്രമാണുള്ളതെന്നും ഇറാൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇർന പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല. ഭൂകമ്പം വല്ലാതെ തന്നെ ഇറാനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത് സാധാരണ ഭൂകമ്പമാണോ അതോ ആണവ പരീക്ഷണം അടക്കമുള്ളവ നടത്തിയോ എന്നുള്ള സംശയമാണുള്ളത്. അതായത് ഇത്തരത്തിൽ ഒരു രാജ്യവുമായി സംഘടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു രാജ്യത്തിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇറാനിൽ ഇതിനു മുൻപും ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിലും ഭൂചലനം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ചോദിച്ച ഒരു കാര്യം, അന്ന് നമ്മൾ ആലോചിച്ചിരുന്ന കാര്യമാണ്, അവിടെയും ആണവ പരീക്ഷണം നടത്തിയിരുന്നു. കാരണം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായാണോ ഈ പ്രകമ്പനം എന്ന ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ ആളപായമില്ലെന്നും നേരിയ നാശനഷ്ടങ്ങൾ മാത്രമാണുള്ളതെന്നും ഇറാൻ പറഞ്ഞ് മുഖം രക്ഷിക്കുകയാണ്. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ സൈന്യം നടത്തുന്ന സംനാൻ മിസൈൽ കോംപ്ലക്സ് സംനാൻ ബഹിരാകാശ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന നിരീക്ഷണവും ഉണ്ട്. ലോകത്ത് കൂടുതൽ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടി തന്നെയാണ് ഇറാൻ എന്ന വാസ്തവം നിലനിൽക്കുന്നുണ്ട്. എന്നാലും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന 5.1 തീവ്രതയിൽ ഉണ്ടായ ഈ ഒരു ഭൂചലനം പലതരത്തിലുള്ള സംശയങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഭൂചലനങ്ങൾക്ക് കാരണമാകുന്നത്. രാജ്യത്ത് പ്രതിവർഷം ശരാശരി 2100 ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഇതിൽ ഏകദേശം 15 മുതൽ 16 വരെ ഭൂകമ്പങ്ങൾ 5.0 മുകളിലേക്ക് കൂടുകയോ അതിലേക്കാൾ തീവ്രതയിൽ അനുഭവപ്പെടുന്നതോ ആണ്. കഴിഞ്ഞ ദിവസമാണ് റസാവി ഖൊറാസാൻ പ്രവിശ്യയിലെ ഈ കശാമറിനടുത്ത് 4.2 തീവ്രതയിൽ ജൂൺ 17 ബുഷേർ പ്രവിശ്യയിലെ ബർമോസിനടുത്തും 4.2 തീവ്രതയിലും ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. അതിനിടെ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരാഴ്ച പിന്നിടുകയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ടെഹ്റാനിലും ടെല്ലവീവിലും ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. വ്യാപകമായ നാശനഷ്ടങ്ങളും സംഘർഷം കാരണമായിട്ടുണ്ട്. ജൂൺ 13 ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിനിങ് ലയൺ എന്ന പേരിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം നടത്തിയതോടുകൂടിയാണ് ഈ വിഷയത്തിന് വീണ്ടും പ്രാധാന്യം കൈവന്നത്. ഇറാൻ ആണവ യുദ്ധങ്ങൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് തടയുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളും മറ്റും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തി. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയുടെ വ്യാപ്തിയും നദാൻസ് ആണവ കേന്ദ്രത്തിന്റെ പ്രാധാന്യവും പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ IAEA കണ്ടെത്തലുകൾ കഴിഞ്ഞയാഴ്ച യുണൈറ്റഡ് നേഷൻ ആണവ നിരീക്ഷണ ഏജൻസിയായ IAEA പുറത്തുവിട്ടിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാന് 60% വരെ ശുദ്ധീകരിച്ച യുറേനിയം ശേഖരിച്ചതായി പറയുന്നുണ്ട്. ഈ അളവ് 90% വരെ എത്തുകയാണെങ്കിൽ സാങ്കേതികമായി ആണവ ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇത് അതീവ ഗുരുതരമായ വിഷയമായാണ് IAEA കാണുന്നത്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കുകയല്ല ലക്ഷ്യമെന്നും ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. കൂടാതെ യുണൈറ്റഡ് നേഷൻസ് ആണവ നിർവ്യാപന ഉടമ്പടിയിലും ഇറാന്റെ അംഗമാണ്. എന്നിരുന്നാലും ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണ് എന്ന് വിശ്വസിക്കാൻ തങ്ങൾക്ക് ഉറപ്പില്ലെന്നാണ് IAEAയുടെ നിലപാട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നും എവിടെയെല്ലാമാണെന്നും നോക്കാം. ഇറാൻ 1974 ഷാ റസ പഹൽവിയുടെ നേതൃത്വത്തിലാണ് ആണവ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ AIOEI സ്ഥാപിച്ചു. 20 വർഷത്തിനുള്ളിൽ 20-ൽ-അധികം ആണവ പ്ലാന്റുകൾ സ്ഥാപിക്കാനായിരുന്നു ലക്ഷ്യം. എന്നാൽ പദ്ധതി വളരെ പതുക്കെയാണ് നീങ്ങിയത്. നിലവിൽ ഇറാനിൽ പ്രധാനമായും 3 വലിയ അളവ് കേന്ദ്രങ്ങളാണ് ഉള്ളത്. നദാൻസ്, ഫോർദോ യുറേനിയം എൻറിച്ച്മെന്റ് സെന്ററുകൾ, ഇസഫാൻ ആണവ ഗവേഷണ കേന്ദ്രം എന്നിവയാണ് അവ. ഇതിനു പുറമെ ബുഷഹർ, ധർഗോവിൻ, സിറിക് എന്നിവിടങ്ങളിലും ആണവോർജ പ്ലാന്റുകൾ ഉണ്ട്. അറാഖിലുള്ളത് ഒരു ഹെവി വാട്ടർ പ്ലാന്റ് ആണ്. IAEAയുടെ റിപ്പോർട്ട് അനുസരിച്ച് വറാമിൻ, മാരിവാൻ, തുർക്കിസാബത്ത് എന്നിവിടങ്ങളിൽ മനുഷ്യനിർമ്മിത ആണവ കണ്ണികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി ഒരു വിവരവും നൽകിയിട്ടില്ല.
2019, 2020 കാലഘട്ടത്തിൽ IAEAക്ക് ഈ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്താൻ സാധിച്ചിരുന്നു. നദാൻസ് എൻറിച്ച്മെന്റ് ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം 2002 രഹസ്യമായി സ്ഥാപിക്കപ്പെട്ട ഈ നദാൻസ് ആണവ കേന്ദ്രം അത് തകർക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. 2007 ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. 2008 അന്നത്തെ പ്രസിഡന്റ് അഹമ്മദിനെജാദ് ഈ പ്ലാന്റ് സന്ദർശിച്ചത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. യുറേനിയം എൻറിച്ച്മെന്റ് നടത്തുന്ന ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രമായാണ് IAEA നദാൻസിനെ കണക്കാക്കുന്നത്. ഭൂമിക്കടിയിലാണ് ഈ സംവർദ്ധന പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 50,000-ലധികം സെൻട്രിഫ്യൂജുകൾ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ്. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന കാരണത്താൽ ആണവായുധ ശേഖരം നിർമ്മിക്കുന്നത് തടയുക എന്ന അവരുടെ ലക്ഷ്യമാണ്. നദാൻസ് ആണവ കേന്ദ്രം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയഭാഗമായതുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെ പ്രധാന ലക്ഷ്യമായി കാണുന്നത്. ഫോർദോ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി മലകൾക്കിടയിൽ രഹസ്യ കേന്ദ്രം ടെഹ്റാന്റെ തെക്ക് ഖോം നഗരത്തിൽ മലയിടുക്കിനിടയിലാണ് ഫോർദോ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ടൈം മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇത് 1/2 മൈൽ ഭൂമിക്കടിയിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പേപ്പർ അനുസരിച്ച് ഫോർദോയിൽ ഭൂമിക്കടിയിൽ സങ്കീർണമായ തുരങ്കങ്ങളുടെ ഒരു ശൃംഖലയുണ്ട്. ഇത് വ്യോമാക്രമണങ്ങൾ നശിപ്പിക്കാൻ എളുപ്പമല്ല. 2023 IAEAക്ക് ഇവിടെ 83.7% വരെ ശുദ്ധീകരിച്ച യുറേനിയം കണികൾ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നുണ്ടായിരിക്കുന്ന ഈ ഭൂചലനം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ 10 കിലോമീറ്ററോളം താഴ്ചയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബങ്കറുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്കോ ഒക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിർണായകമാണ്. ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും ഇറാൻ അത് പുറത്തേക്ക് പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ക്ഷീണം തന്നെയാകും അതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇറാൻ തുടരെ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ അത്ര ശുഭകരമായ ലക്ഷണങ്ങളല്ല നമുക്ക് നൽകുന്നത്.